നമസ്കാരം. ബി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫാമിലി റൗണ്ട് എല്ലാവരുടെയും കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാമിലീസൊക്കെ വന്നിട്ട് എല്ലാ കണ്ടസ്റ്റൻറ്റിനും ഒരു ഭയങ്കര മാറ്റമൊക്കെ, ഒരുപാട് പേർക്ക് ഭയങ്കര കോൺഫിഡൻസ് വന്നു, നന്നായിട്ട് സംസാരിക്കാനും ഭയങ്കര ഒരു ആത്മവിശ്വാസമാണ് എല്ലാവരിലും ഇപ്പോൾ കാണുന്നത്. ഭയങ്കര ഒരു ധൈര്യം, തുറന്ന് സംസാരിക്കാനും ആക്റ്റീവായിട്ട് കളിക്കാനൊക്കെയുള്ള നല്ല അടിപൊളി ഒരു ഊർജം കൊടുത്തിട്ടാണ് എല്ലാ അച്ഛനമ്മമാരും പോയത്. എനിവേ ഇപ്പോൾ ബി കാണാൻ തന്നെ ഒരു ആവേശമാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് എനർജറ്റിക് ആയിട്ടുണ്ട്. ഭയങ്കര ഒരു ഊർജം എല്ലാവർക്കും പകർന്നു നൽകിയിട്ട് തന്നെയാണ് എല്ലാ പാരൻസും പോയിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ തന്നെ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും പോയതോടുകൂടി നമുക്ക് തന്നെ ഒരു വന്നു പോയതോടുകൂടി എല്ലാവർക്കും നമുക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടായിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലും അദ്ദേഹം പറയുണ്ടായി, ലാലേട്ടൻ തന്നെ. അപ്പോൾ മൊത്തത്തിൽ അവരുടെ ഒരു സംസാര രീതിൻ്റെ ഒരു സ്റ്റാൻഡേർഡും അല്ലെങ്കിൽ അവർ കളിക്കുന്ന ഒരു രീതിയും അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലും ഒക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് അച്ഛനും അമ്മയുടെയും ആ ഒരു വരവ്, പാരൻസിൻ്റെ ആ ഒരു വരവ് നല്ല വൻതോതിൽ ഇവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കണ്ടസ്റ്റൻറ്റിന്. മെയിൻലി പറയാനായിട്ട് എല്ലാവരുടെയും കോൺഫിഡൻസ് ആണ് കൂട്ടിയിട്ടുള്ളത്. അപ്പം എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നാണ് എല്ലാ പാരൻസും പറഞ്ഞിട്ട് പോയത്. അപ്പം ആരുടെയും ഒരു പൊസിഷൻ എന്താണ്, എങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇവരുടെ പൊസിഷൻ എന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ എന്നാലും ഒരു ഏകദേശം ക്ലൂ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ പാരൻസും ജിൻഡപ്പനെയാണ് കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ജിൻഡപ്പനുള്ള ഒരു ഫോക്കസ്, അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്കിടയിൽ ജിൻഡപ്പൻ നേടിയ ഒരു സ്ഥാനം, അത് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ജിൻഡപ്പനോടൊരു ഒരു സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ ഒരു ഫേവറിസം കാണിച്ച പോലെ എനിക്ക് തോന്നി. അതിന്ന് തന്നെ ഒരു ക്ലൂ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ ജാസ്മിനോടും പാരൻസ് വന്നതിന് ശേഷം ജാസ്മിന് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡിൽ ലാലേട്ടനോട് ജാസ്മിൻ പറയുകയുണ്ടായി, നല്ലൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്, അച്ഛനും അമ്മയും പാരൻസ് വന്നതോടുകൂടി ഒരു ധൈര്യമുണ്ട്, നല്ല സ്മാർട്ടായിട്ട് കളിക്കാൻ അവർ അഡ്വൈസൊക്കെ പറഞ്ഞു തന്നു എന്നൊക്കെ പറഞ്ഞതോടു കൂടിയിട്ട് നല്ലൊരു മാറ്റം ജാസ്മിനിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ഭയങ്കരമായ മാറ്റം വന്നത് നമ്മുടെ അഭിഷേകിനാണ് അല്ലേ. അഭിഷേക് പ്രമോസൊക്കെ കണ്ടു, അല്ലെങ്കിൽ 1-2 ഡേയ്സിലെ എപ്പിസോഡിലൊക്കെ അഭിഷേകിനാണ് നല്ലൊരു ചേഞ്ച് വന്നിട്ടുള്ളത്. അഭിഷേകിൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു ബീം ബാഗിലിരിക്കുന്ന ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ബാഗിൻ്റെ മേലെയാണ് എപ്പോഴും അഭിഷേക് ഇരിക്കുക. അങ്ങനെ ചാഞ്ഞ് കിടന്നിട്ട് കളിക്കുന്നതായിരുന്നു ഒരു വൈൽഡ് കാർഡ് എൻട്രിക്ക് ശേഷം അഭിഷേക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിട്ട് പോലും ജനങ്ങൾക്കിടയിൽ ഒരു വൻ സപ്പോർട്ട് അഭിഷേകിനുണ്ട്. അത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ജനങ്ങൾക്ക് ഇത്രയും അഭിഷേകിന് ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു അഭിഷേകിനൊരു സ്ഥാനം ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പം അത് വെച്ചിട്ട് അഭിഷേകിന് നല്ല സപ്പോർട്ടുണ്ട്. അപ്പം ഇതുവരെ അഭിഷേകിന് നിൽക്കാൻ പറ്റി. അപ്പോൾ അതിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇനിയും അഭിഷേക് മുമ്പോട്ട് പോകാനുള്ള പൊട്ടൻഷ്യൽ അഭിഷേകിനുണ്ട്. അപ്പോൾ അച്ഛൻ വന്നിട്ട് നല്ല രീതിയിൽ പറയുണ്ടായി, അപ്പോൾ ഇങ്ങനെ വെറുതെ ചാഞ്ഞു കിടന്ന് ഇരിക്കരുത്, എല്ലായിടത്തും ഇറങ്ങി പുറപ്പെടണം, നന്നായിട്ട് സംസാരിക്കണം എന്നൊക്കെയുള്ള ഒരു എന്താ പറയേണ്ട ഒരു ക്ലൂ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുത്തിട്ടാണ് അച്ഛൻ പോയത്. സിസ്റ്ററും കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. ഇങ്ങനെ ഇരുന്ന അടുത്ത ആഴ്ച തന്നെ വീട്ടിലേക്ക് വരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അതിന്ന് തന്നെ അഭിഷേകിനും ഭയങ്കരമായിട്ടുള്ളൊരു എനർജി ബൂസ്റ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അഭിഷേകും നല്ല രീതിയിൽ ഇപ്പോൾ മുമ്പോട്ട് വരുന്നുണ്ട്, നല്ല രീതിയിൽ കളിച്ച് മുന്നേറുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. സംസാരിക്കാനൊക്കെ ഒരു ധൈര്യം അഭിഷേകിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും നല്ലൊരു മാറ്റമാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ജിൻഡോയ്ക്കായാലും ആ വീട്ടിനകത്ത് വലിയൊരു സപ്പോർട്ടൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാരൻസ് വന്ന് പോയതോടുകൂടി ജിൻഡോയ്ക്കൊരു കോൺഫിഡൻസ് ഒക്കെ വന്ന് നല്ല രീതിയിൽ കളി മുമ്പോട്ട് പോകുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ സായി കൃഷ്ണ ആയാലും വൈഫിനെയൊക്കെ കണ്ട് എല്ലാം തുറന്ന് സംസാരിച്ച് അച്ഛനുമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷനൊക്കെ നടത്തിയപ്പോൾ എല്ലാവരും നല്ലൊരു ഹാപ്പിയാണ്. എല്ലാവരുടെയും മൈൻഡ് ഒരു ഫ്രീ ആയ പോലെയാണ്. അൻസിബയ്ക്കുള്ളിലും ഭയങ്കരമായിട്ടുള്ളൊരു മുൻ വൈരാഗ്യം, അല്ലെങ്കിൽ എന്തോ ഒരു പകയോ മുന്നിൽ നടന്ന കുറേ ഇൻസിഡൻറ്റ് വെച്ചിട്ട് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് അത് ഓഫ്കോഴ്സ് അത് പ്രകടമായിരുന്നു ജാസ്മിനോട്. തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് ജാസ്മിനുമായിട്ട് ഒട്ടും ഓക്കെ ആവുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നില്ല അൻസിബയുടേത്. അപ്പം അൻസിബയ്ക്ക് ഒരുപാട് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷേ അൻസിബയുടെ ഉമ്മ വന്നിട്ട് ആദ്യത്തെ ദിവസം തന്നെ കെട്ടിപ്പിടിച്ച് ജാസ്മിനോട് പറഞ്ഞത്, നീ എൻ്റെ മോളെ പോലെയാണ്. അപ്പം അവിടെ തന്നെ നമ്മുടെ അൻസിബ ഫ്ലാറ്റ്. അപ്പോൾ
അൻസുബയ്ക്ക് ജാസ്മിനോട് ഉണ്ടായ ദേഷ്യമൊക്കെ കുറച്ചെങ്കിലും കുറഞ്ഞു എന്നുള്ളൊരു അറിയില്ല, ഒരു മാറ്റം വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ഋഷിക്കായാലും എല്ലാവർക്കും ഒരു സന്തോഷം കിട്ടി. നന്ദന, സിജോയ്ക്കാണ് ആ അമ്മയുമായിട്ടുള്ള ഏറ്റവും വലിയൊരു ഫീല് കിട്ടിയത്. സിജോയുടെ ഇൻസിഡൻറ്റിന് ശേഷം, ഇവിടെ ഉണ്ടായ ഇൻസിഡൻറ്റിന് ശേഷം നമുക്ക് റോക്കിയുടെ ഇടി കൊണ്ടിട്ടുള്ള പഞ്ചറായതിന് ശേഷമുള്ള സിജോനെ ആദ്യമായിട്ട് അമ്മ കണ്ടിട്ട് ഭയങ്കര ഒരു വികാര നിർഭരമായിട്ടുള്ളൊരു മൊമെൻ്റാണ്. അപ്പം അമ്മ കെട്ടിപ്പിടിച്ചതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. എല്ലാവരും നന്നായിട്ടാണ് ഇപ്പം പ്ലേ ചെയ്യുന്നത്. അപ്പം ഇതിലിപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഞാനൊരു മൊത്തത്തിൽ ഫാമിലി റൗണ്ടിന് ശേഷം കണ്ടസ്റ്റൻറ്റിന് വന്ന മാറ്റമാണ് ഞാൻ മൊത്തത്തിൽ പറഞ്ഞത്. ഇതിലിപ്പോൾ നമുക്ക് പറയാനുള്ളത് ആരാണ് ഇനി ടോപ്പ് 5 വിന്നർ ആവുക, ആരാണ് അവിടെ ഒരു രാജാവായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ അൺഒഫീഷ്യൽ പോൾസിലൊക്കെ നമ്മുടെ ജിൻഡോയും ജാസ്മിനും ആണ് ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ളതിലേക്ക് എത്തുന്നത്. ജിൻഡോയ്ക്കാണ് കുറേയൊക്കെ വോട്ട് അധികം എന്ന് തോന്നുന്നു. അപ്പോൾ ജിൻഡോ ആണോ കപ്പടിക്കാൻ പോകുന്നത്, ജാസ്മിനാണോ? അപ്പോൾ ഒരുപാട് വോട്ട് ലിസ്റ്റിൽ കണ്ടു. ഇവരുടെ ഒരു ജിൻഡോ ജാസ്മിൻ സ്കെയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ തന്നെയാണോ ഫസ്റ്റും സെക്കൻഡും പൊസിഷൻ വാങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ ജിൻഡോ തന്നെയാണോ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറായിട്ട് മാറാൻ പോകുന്നത്? അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവർ രണ്ടാളും തന്നെ ആയിരിക്കും ഇനിയിപ്പം ഇങ്ങനെയുള്ളൊരു മാറ്റത്തിന് ശേഷം, ഒരു എല്ലാവരും ഫാമിലിയൊക്കെ വന്ന് പോയതിന് ശേഷം എല്ലാവരിലും കണ്ടസ്റ്റൻറ്റിൽ ഉണ്ടാകുന്ന ഈ മാറ്റത്തിന് ശേഷം ടോപ്പ് 5 വരുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ എന്താ പറയണ്ടേ സ്ഥാനങ്ങൾ മാറാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ റണ്ണറപ്പ് അല്ലെങ്കിൽ വിന്നർ പൊസിഷൻ മാറാൻ പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെയും ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റിൻ്റെ പേരൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് നമ്മുടെ ജിൻഡോ ആണോ ജാസ്മിൻ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള BB റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാം. ഞാനും ഒരു കോമണറായിട്ടാണ്, പുറത്തുള്ള ഈ BB ഒക്കെ കാണുന്ന ഒരു സാധാരണ പ്രേക്ഷക എന്നുള്ള രീതിയിലാണ് എല്ലാവരെക്കുറിച്ച് റിവ്യൂ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പറയാം എൻ്റെ കമൻറ്റ് സെക്ഷനിൽ. ഞാൻ കമൻറ്റൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ, ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റാ, ബൈ, സീ യു.